ഇത്രയും കാലം ഇത്രയ്ക്ക് സങ്കടപ്പെട്ടതല്ലേ, ഇനി മോള് വന്ന് അടുത്ത് നിൽക്കുമ്പോ അത് മാറിക്കോളും. അല്ലെങ്കിൽ അവള് മാറ്റിയെടുത്തോളും. വരട്ടെ, അവൾ എന്റെ അടുത്ത് എത്തട്ടെ. അവൾ എന്റെ മുഖത്ത് നോക്കി അമ്മയെന്നൊന്ന് വിളിക്കട്ടെ. അപ്പോഴല്ലാതെ അതിന്റെ ചങ്കടുപ്പോ മനസ്സിന്റെ പരിഭ്രമോ ഒന്നും തീരില്ല. സത്യം പറഞ്ഞ എനിക്കിതിപ്പോ വല്ലാത്ത ത്രില്ലായിട്ടോ. ഇതുവരെ വലിയ വലിയ കേസിന്റെ കോംപ്രമൈസുകൾക്കൊക്കെ ഞാൻ നടുവിലിരുന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാ. ഹലോ, റിയലി? ഓ, താങ്ക് യു. ഇന്ന് സന്തോഷ വാർത്തകളുടെ പെരുമഴയാണല്ലോ ചെറിയമ്മേ. എന്താ? സുകുമാരിയമ്മയും പ്രിയങ്കയും കോടതി റിമാൻഡ് ചെയ്തു. ഇനി 2 പേരുടെ സ്ഥാനം സബ് ജയിലില്ല. എന്ന് വെച്ചാ വരുണിന്റെയും രാധികയുടെയും നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു പീരങ്കി എന്നേക്കുമായിട്ട് ഇല്ലാതായി. മോനെ ശരത്തേ, സർ, ഞങ്ങളെ കാണാൻ വന്നതാ. ഒന്ന് സംസാരിച്ചോട്ടെ. പെട്ടെന്ന് വേണം. മോനെ ശരത്തേ, ഞങ്ങളെ അവര് കുടുക്കിയടാ. എടാ, ഞങ്ങൾക്ക് വേണ്ടി ഹാജരാകാൻ ഒരു വക്കീൽ പോലും വന്നില്ല. ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോവുക. ശരത്തെ, ഞാനും മുത്തശ്ശി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ മയക്കുമരുന്ന് കേസിലാണ് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന. ഇപ്പൊ റിമാൻഡില. ഇനി എന്താവോന്ന് അറിയില്ല. മോനെ, മോൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും. ജയിലിൽ ചെന്ന് കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോ പേടിയാവുക. ഈ വയസ്സാം കാലത്ത് എനിക്ക് ഈ വിധി വന്നല്ലോ ഈശ്വര. ബന്ധുക്കളും ഇല്ല, ദൈവം പോലും കൂടെ ഇല്ല. ശരത്തെ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടത് ചെയ്യണം. വേറെ ആരോടും ഞങ്ങൾക്കിപ്പോ പറയാനില്ല. ഞാൻ ശ്രമിക്കാം, എന്റെ പരിധിയിൽ നിന്ന്. അങ്ങനെ പറയാനല്ലേ പറ്റൂ. നിങ്ങൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടതുകൊണ്ട് പോലീസുകാർ എന്നെയും ചോദ്യം ചെയ്തു. പോലീസുകാരെ പല രീതിയിലും വാച്ച് ചെയ്യുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. ഇവന്മാർക്ക് വേറെ ഒരു പണിയുമില്ലേ? കുടുംബത്ത് കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരുന്നാ പോരെ. എടാ, എന്തിനാണോ നമ്മളെയൊക്കെ പിടിക്കാൻ നടക്കുന്നേ? എടാ, എന്റെ പൊന്നുമോനെ, മുത്തശ്ശിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയ മുത്തശ്ശി എന്തു വേണമെങ്കിലും തരാടാ. എടാ, കൈവിട്ട് കളയല്ലേടാ. ശരത്തെ, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം നിനക്കറിയാലോ. എല്ലാം ഇവിടെ അവസാനിക്കാൻ പോവാ. ഏയ്, മതി മതി, വാ പോവാം. മോനെ, പറഞ്ഞത് മറക്കല്ലേടാ. എന്നെ പ്രതീക്ഷിച്ചാ ഞങ്ങള് പോന്നേ. മോനെ മറക്കല്ലേ. അങ്ങോട്ട് കയറും.